നമസ്കാരം. തമിഴിൽ തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ആമസോൺ പ്രൈം സ്ട്രീം ചെയ്യുന്ന ഗ്യാങ്ങേഴ്സ് സുന്ദർ സി സംവിധാനം ചെയ്ത് സുന്ദർ സി, വടിവേലു, കാതറിൻ ട്രീസ, വാണി ഭോജൻ, ഹരീഷ് പെരടി, ഭഗവതി പെരുമാൾ തുടങ്ങിയവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. കോമഡിയാണ് സിനിമ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഉടനീളം പെടാപ്പാട് വിടുന്നതുമുണ്ട്. വളരെ സീരിയസ് ആയ വിഷയം വരുമ്പോഴും കോമഡിയാണെന്നത് മറക്കരുത് എന്ന് ആരോ ഉച്ചത്തിൽ പറയുന്നത് കൊണ്ട് അപ്പോൾ തന്നെ കോമഡിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സംവിധായകനും അഭിനേതാക്കളും ചെയ്തുകൊണ്ടേയിരിക്കും. കോമഡി എന്നത് ആൾക്കാർ ചിരിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഇത് ഏത് കാലത്തെ കോമഡിയാണ് എന്നതുകൂടെ സംശയമാണ്. ആ രീതിയിൽ അതെനിക്കൊരു നൊസ്റ്റാൾജിയാണ് എന്നുകൂടെ പറയാം. ആ രീതിയിൽ മാത്രമല്ല, മായാവിയിൽ തുടങ്ങി സപ്തമശ്രീ തസ്കറിൽ അവസാനിക്കുന്ന അന്ന് കണ്ട സിനിമകളിലൂടെയുള്ളൊരു യാത്ര കൂടെ സമ്മാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ കൂടെ ഒരു നൊസ്റ്റാൾജിയ ഈ ചിത്രം സമ്മാനിക്കുന്നുണ്ട്. ഒരു കണക്കിന് വേണമെങ്കിൽ സപ്തമശ്രീ തസ്കരയുടെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാം. അവിടെ സോളാർ പാനലാണെന്ന് പറയാം, ഇവിടെ ഫ്രിഡ്ജ്. അപ്പോൾ കോപ്പിയടി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇൻസ്പിറേഷൻ ഓൺലി. ബൈ ദ വൈ, കഥയുടെ പശ്ചാത്തലം എന്നത് ഒരു നാട്, അവിടെ രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെ നടത്തുന്ന രണ്ട് സഹോദരങ്ങളുടെ വിളയാട്ടമാണ്. അവർ പറയുന്നതാണ് ആ നാട്ടിലെ നിയമം എന്ന നിലയിൽ. അങ്ങനെ സ്കൂളിൽ നിന്നും ഒരു കുട്ടിയെ കാണാതാവുന്നതും അതിൻ്റെ പേരിൽ സ്കൂൾ ടീച്ചർ സുജി അവിടുത്തെ വലിയ പോലീസ് ഓഫീസർക്ക് ഒരു പരാതി നൽകുന്നു. പോലീസ് ഓഫീസർ മിടുക്കനാണ്. ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരു പോലീസ് ഓഫീസറെ ടീച്ചർ എന്ന പേരിൽ അങ്ങോട്ട് അയക്കുന്നു. കാര്യങ്ങളൊക്കെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ പറയുന്നു. സ്കൂളും നാടും നായകനും വില്ലനും നായികയും ഒക്കെയായി കോമഡിയും ആക്ഷനും ഒളിച്ചുകളിയും ട്വിസ്റ്റും അതിൻ്റെ മേലെ ട്വിസ്റ്റും ഒക്കെയായി ഒരു കൊമേഴ്ഷ്യൽ പരിപാടിക്കുള്ള ചേരുവകളൊക്കെ സുന്ദർ സി ഒരുക്കി വയ്ക്കുന്നുണ്ട്. പക്ഷേ സിനിമ ഇറങ്ങാൻ കുറച്ചധികം വർഷങ്ങൾ കടന്നുപോയി എന്ന് മാത്രം. അതിലേറ്റവും ശ്രദ്ധേയം വടിവേലുവിൻ്റെ കോമഡി തന്നെയാണ്. നമുക്കറിയാവുന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ മീറ്റർ എന്നുള്ളത്. അത് ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരുമുണ്ട്. എന്നെ സംബന്ധിച്ച് ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് ആ കോമഡി പരിപാടികൾ വർക്കായിട്ടുള്ളത് മുമ്പ് കണ്ട സിനിമകളിൽ. ഇവിടെയും വടിവേലുവിനെ ആ എനർജിയിൽ തന്നെ കാണാം. ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ ചിരിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പഴയ വടിവേലുവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കോമഡിക്ക് സ്റ്റഫില്ലാതെ പോകുന്നത് പ്രകടമാണ്. മൊത്തത്തിൽ ബഹളമയം എന്ന് തന്നെ പറയാം. അഭിനയിച്ചവർക്കൊന്നും കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. വില്ലന്മാരുടെ പക്ഷമാണെങ്കിൽ ആക്രോശം, ദേഷ്യം, ഇടി. നായകരുവിനെ കഥ മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ. കൂടെയുള്ളവർ പല വിധത്തിൽ കോമഡി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. മലയാളം ഡബ്ബ് കൂടെ പ്രൈമിൽ ലഭ്യമാണ്. അത് കണ്ടാൽ പാട്ടൊക്കെ വരുമ്പോൾ ആ പ്രാസമൊക്കെ കേൾക്കുമ്പോൾ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് ആലോചിച്ച് ചിരിക്കാമെന്ന് മാത്രം. വർഷങ്ങൾക്ക് മുന്നേ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ചിത്രം വർക്കായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ കടുത്ത നിരാശ മാത്രം. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.